എല്ലാവർക്കും നമസ്കാരം. പൊതുവെ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയും എന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ സത്യത്തിലൊരു മനുഷ്യന് നന്നായി ജീവിക്കാൻ കുറച്ച് കാശും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായാൽ മാത്രം പോരാ. നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ നീഡ്സ് കൂടിയുണ്ട്. നമ്മുടെ മാനസികമായ കുറച്ച് ആവശ്യങ്ങൾ കൂടി പൂർത്തീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള നമുക്ക് നിലനിന്ന് പോകാൻ ആവശ്യമായ നമ്മുടെ കുറച്ച് മാനസികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് ദ നീഡ് ഫോർ ബിലോങ്ങിങ്. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുറച്ച് നല്ല ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. ക്ലോസ് ആയ കുറച്ച് റിലേഷൻഷിപ്സ്, അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു നല്ല കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടി, നല്ല ഹൈ സാലറി ഉള്ള ഒരു കമ്പനി. പക്ഷെ അവിടെയുള്ള കൊളീഗ്സ് ഒന്നും നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലല്ല. അവർ നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. ആർക്കും നമ്മളോടൊരു ഇഷ്ടമില്ലാത്തതുപോലെ, പല കാര്യങ്ങളിൽ നമ്മളെ ഒഴിവാക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എത്ര ശമ്പളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിലനിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. ഒരിക്കലും സന്തോഷമായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണം. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ് നീഡ് ഫോർ ഓട്ടോണമി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതിൻ്റെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലായിരിക്കുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ മൈക്രോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും ഒരു കൺട്രോൾ ആരെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നന്നായി ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടായിരിക്കില്ല. നമുക്ക് കുറച്ച് കൺട്രോൾ വേണം നമ്മുടേതായ കാര്യങ്ങളിൽ. ഇപ്പോൾ ശരിയോ തെറ്റോ എങ്ങനെ വേണമെങ്കിൽ, ചിലപ്പോൾ ഭയങ്കരമായ അബദ്ധമായിരിക്കും, എങ്കിലും അത് നമ്മുടെ സെലക്ഷൻ ആണെങ്കിൽ, അത് നമ്മുടെ ചോയ്സ് ആണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിലും വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ, ചെയ്തേ പറ്റൂ എന്നാരെങ്കിലുമൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ, എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാവില്ല, നമുക്ക് മടി തോന്നും. ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ അത് ചെയ്യാനായിട്ട് കഴിയുകയില്ല. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് നീഡ് ടു കോമ്പിറ്റൻസ്. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് മത്സരിക്കാൻ കഴിയണം. അവരെക്കാൾ മികച്ചതാണ് നമ്മളിന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ക്യാപ്പബിളാണ്, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്ക് മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റണം ആരെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെയുള്ള നാലാമത്തെ കാര്യമാണ് നീഡ് ഫോർ സിഗ്നിഫിക്കൻസ്. നമ്മൾ മാറ്റർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രസൻസ് അവിടെ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. സിഗ്നിഫിക്കൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണ്, എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്, എനിക്ക് വാല്യൂ ഉണ്ട് എന്നൊക്കെ നമ്മളൊന്ന് പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ആവശ്യമാണത്. പിന്നെയുള്ള ഒരു ആവശ്യമാണ് നീഡ് ഫോർ സെക്യൂരിറ്റി. നമുക്ക് എപ്പോഴും സ്റ്റേബിളായ ഒരു ഇൻകം ഉണ്ടായിരിക്കണം, നമ്മുടെ ലൈഫ് എപ്പോഴും പ്രഡിക്റ്റബിൾ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. ഇല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിളായ കാര്യങ്ങളാണെങ്കിൽ, അൺസർട്ടനിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും സ്റ്റേബിളായ ഒരു ജോലിക്ക് പോകുന്നത്, നമുക്ക് എമർജൻസി ഫണ്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അൺപ്രഡിക്റ്റബിളായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് ടാക്കിൾ ചെയ്യാൻ നമുക്ക് കഴിയണമല്ലോ. എല്ലാ മനുഷ്യർക്കും ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതമാണ് താല്പര്യം ഉണ്ടായിരിക്കുക. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജീവിതം, ട്രസ്റ്റ് വർത്തിയായ റിലേഷൻഷിപ്സ് ഉണ്ടാവണം. സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളാകെ അൺകംഫർട്ടബിൾ ആകും. പലരും ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ ജോലിയിൽ നമ്മൾ സംതൃപ്തരല്ലെങ്കിലും മാസം തികയുമ്പോൾ നമുക്കൊരു സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അതില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ അൺസർട്ടനിറ്റിയെ പറ്റിയുള്ള പേടി കൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ തുടരാനായിട്ട് തയ്യാറാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിലാണ് നമ്മളുള്ളതെങ്കിലും അത് വിട്ടു പോരാനായിട്ട് നമുക്ക് മടിയായിരിക്കും. കാരണം നമുക്ക് അറിയില്ല ഇനി അത് വിട്ടു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ ലൈഫ്, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ, ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാവുമോ എന്നുള്ള പേടി. പിന്നെയുള്ള കാര്യമാണ് നീഡ് ഫോർ റെക്കഗ്നിഷൻ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യണം.
അതിനുള്ള റിവാർഡ് നമുക്ക് കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇപ്പോൾ 2 പേര് ഒരേ ശമ്പളത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഒരാൾക്ക് എപ്പോഴും പുകഴ്ത്തലുകൾ കേൾക്കുന്നുണ്ട്, അവർക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നുണ്ട്, അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് ചെയ്യുന്ന ജോലിക്കുള്ള ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ മറ്റേ ആൾക്ക് ഇതൊന്നും ഇല്ല. പക്ഷെ 2 പേർക്കും ഒരേ സാലറി ആണെന്ന് വിചാരിക്കും. എപ്പോഴും ആ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന, അപ്രീസിയേഷൻ കിട്ടുന്ന അയാളായിരിക്കും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ കാണപ്പെടുക. കാരണം നമുക്ക് ഈ പൈസ മാത്രം കിട്ടിയാൽ പോരാ, നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ക്രെഡിറ്റ് കിട്ടണം, അതിനുള്ള അപ്രീസിയേഷൻ കിട്ടണം, കോംപ്ലിമെൻറ്റ് കിട്ടണം, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കണം. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ വാലിഡേഷൻ ഒക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് നീഡ് ഫോർ മീനിങ് ആൻഡ് പർപ്പസ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടായിരിക്കണം. ചിലർ വളരെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ വന്ന് കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? വളരെ റിച്ചായ ആളുകൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ അവരുടെ ജീവിതത്തിൽ മീനിങ്ങും പർപ്പസും ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ജസ്റ്റ് സർവൈവൽ, ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക എന്നതിനപ്പുറം തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം, തൻ്റെ ജന്മത്തിന് താനിങ്ങനെ ജീവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടാവണം എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ അങ്ങ് കുറച്ചുകൂടി സ്പിരിച്വലായിട്ടൊക്കെ മാറുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് നമുക്ക് വരിക അപ്പോഴാണ്. നമുക്ക് ജീവിതത്തിന് ഒരു മീനിങ് വേണം, ഒരു പർപ്പസ് വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കുള്ളൂ, നമ്മൾ ഹാപ്പി ആയിരിക്കുള്ളൂ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയുള്ളൂ.